അപ്പോൾ കേരളത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ജനസാന്ദ്രത കൂടുതലാണ്. ഈ വസ്തുതകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇപ്പോൾ വനനിയമ ഭേദഗതി ബില്ല് നടപ്പാക്കിയാൽ വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് കേട്ടോ ഈ നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഈ വസ്തുതകളൊക്കെ ആ സമയത്തും ഈ മന്ത്രിസഭയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത്? എന്താ സംശയം? അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വനനിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരാനായിട്ട് സർക്കാർ പറഞ്ഞ കാരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. ഒന്ന്, വനത്തിനുള്ളിലെ പുഴയിൽ നിന്ന് മണലൂറ്റുന്നു. അതിനകത്തൊരു വസ്തുതയുണ്ട്. വനത്തിനുള്ളിലെ പുഴയിൽ നിന്ന് മണലൂറ്റുന്നു, അത് തടയണം. രണ്ട്, പുഴയ്ക്കകത്ത് ഈ പറയുന്ന വിഷം വിതറിയിട്ട് മത്സ്യങ്ങളെ പിടിക്കുന്നു, അത് തടയണം. ഇനി ഈ പറയുന്ന സ്ഫോടക വസ്തുക്കളുമായും തോക്കുമായും ഒക്കെ ആളുകൾ അകത്തേക്ക് പോയിട്ട് വേട്ട നടത്തുന്നു. അങ്ങനെ കേരളത്തിലൊരു വീരപ്പനൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് ഈ സായുധ സമര പോരാളികൾ ഇവിടെയൊക്കെ ഒളി പാർക്കുന്നു. അപ്പോൾ ഈ വനം സംരക്ഷിക്കപ്പെടേണ്ടതുകൊണ്ട് വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്നവർ അകത്ത് കയറി വനവിഭവങ്ങൾ കൈക്കലാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വനനിയമ ഭേദഗതിക്ക് സർക്കാർ മുന്നിട്ടിറങ്ങിയത്. ഒരു വസ്തുത കൂടി ഞാൻ പറയാം. നമ്മുടെ സംസ്ഥാനത്ത് 941 പഞ്ചായത്തുകളുണ്ട്. 941 പഞ്ചായത്തുകളിൽ 430 പഞ്ചായത്തുകളോടെയാണെന്നറിയാവോ ഈ വനപ്രദേശത്തോട് ചേർന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ 50% ഓഫ് കേരളൈറ്റ്സ്, ഈ മലയാളികളായിട്ടുള്ള 50% ആളുകൾ താമസിക്കുന്നത് കേരളത്തിൻ്റെ വന അതിർത്തികളിലാണ്. അപ്പോൾ അവരെ മുഴുവൻ ബാധിക്കുന്ന, അവരുടെ ജീവിതോപാധികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം.